Hello everyone, welcome to Competitive Cracker. UGC നെറ്റ് കൊമേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് കൊമേഴ്സിൻ്റെ യൂണിറ്റ് 1 ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈ ഏരിയയിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസും ആൻഡ് ഏതൊക്കെയാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ആസ്പെക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ മുമ്പിൽ എക്സാമിനേഷനിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള PYQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂണിറ്റ് 1 സിലബസിലേക്ക് പോവുകയാണെങ്കിൽ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഏരിയ ബിസിനസ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, അതേപോലെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോർമലി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആ ഏരിയയിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വരും. ആൻഡ് ദർ വിൽ ബി ഒരു മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ആ ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതായത് ചോദ്യം വരുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ചില ഫാക്ടേഴ്സ് വരും. അതായത് ലൈക്ക് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, ഇക്കണോമിക് പോളിസി ആയിരിക്കും സെക്കൻഡ് ലിസ്റ്റ് 2 തരുന്നത്. അങ്ങനെ മാച്ച് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും കൂടുതലായിട്ട് കാണാറുണ്ട്. റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് രണ്ടാമത്തെ ഏരിയ ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. സോ ഫസ്റ്റ് ഇത്രയും നമ്മൾ ആദ്യം ബിസിനസ് എൻവയോൺമെൻറ്റുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സിലബസിൽ പറയുന്നത്. അതിനുശേഷം ഇൻ്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസിൽ പറയുന്നുണ്ട്. ലൈക്ക് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ് ഡ്രൈവേഴ്സ്, മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്, ദെൻ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് തിയറീസ് നമ്മൾ അറിയണം. തിയറീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയാലും അതേപോലെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കുമ്പോൾ FDIയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. Then foreign portfolio investment, types of FDI, cost and benefits to home country and host country. Then balance of payment, importance and components of BOP തുടങ്ങിയിട്ടുള്ള areas. Then finally regional economic integration, level of regional economic integration. Then trade creation and diversification effects. Then international economic institutions, IMF, World Bank, UNCTAD. Then World Trade Organization, functions and objectives of WTO, agricultural agreement, GATT, TRIPS and TRIMS. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമുക്ക് ഓരോ ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും അതിൻ്റെ ഡിഫറെൻറ്റ് എഗ്രിമെൻറ്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള പല രീതിയിലുള്ള പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏരിയാസാണ് ഇന്നത്തെ ഈ ഒരു ലെക്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്: വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് IPRയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് വരുന്നത്? GATS, TRIMS, TRIPS, then MFN. സോ ഓരോ ടേമുകളും നമുക്കൊന്ന് മനസ്സിലാക്കാം. GATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് ആണ്. സർവീസസുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്സ്, സർവീസസ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ജനറൽ എഗ്രിമെൻ്റ് ആണ് GATSൽ വരുന്നത്. GATT ഈസ് ദെയർ. GATT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആണ്. ദാറ്റ് ഈസ് GATT, GATT. Then this one is relating to services, that is relating to GATT എന്ന് പറയുന്നത് ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. അത് ആക്ച്വലി WTO ഫോം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു ബേസിക് എഗ്രിമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്തതും GATT തന്നെയായിരുന്നു. യു നീഡ് ടു റിമെമ്പർ ദിസ്, GATT. ഓക്കെ, സോ GATS ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, GATT ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ദെൻ അടുത്തത് TRIMS ആണ്. TRIMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ആണ്. ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്, FDI, FPI അങ്ങനെയുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെൻറ്റ് TRIMS ആണ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. ദെൻ അടുത്തത് TRIPS ആണ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട WTOൻ്റെ കീഴിൽ വരുന്ന എഗ്രിമെൻ്റ് ആണ് TRIPS, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ദെൻ MFN is an agreement that is relating to most favored nation agreement, most favored nation agreement. So most favored nation എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എഗ്രിമെൻറ്റ്. നമുക്ക് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല. അതായത് എല്ലാ രാജ്യങ്ങളെയും മോസ്റ്റ് ഫേവേർഡ് നേഷനായി ട്രീറ്റ് ചെയ്യണം,
ഒരു രാജ്യത്തിനെയും നമ്മൾ ട്രേഡുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്താൻ പാടില്ല. അങ്ങനെയുള്ളൊരു വാട്ട് ടു സേ WTOയുടെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് MFN. ദെൻ ട്രിപ്സ് ഓർക്കുക. സോ നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദാറ്റ് ഈസ് ട്രിപ്സ്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. ഇവിടെ തന്നെ നമ്മളോട് മറ്റൊരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏത് ഓർഗനൈസേഷനാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട് അപ്പെക്സ് ഓർഗനൈസേഷൻ? അത് ട്രിപ്സ് അല്ല, ദാറ്റ് ഈസ് വിപ്പോ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ലെവലിൽ അപ്പെക്സ് ഓർഗനൈസേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്, ദാറ്റ് ഈസ് നോട്ട് ട്രിപ്സ്. ട്രിപ്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് ഈസ് അണ്ടർ WTO. ഓക്കെ, റിമെമ്പർ ദിസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ട്രിപ്സ് ആയിരുന്നു. നൗ ലെറ്റ് മീ മൂവ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാണ്. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 പറയുന്നത് എഗ്രിമെന്റ്സ് ആണ്, ആൻഡ് ലിസ്റ്റ് 2 ഈസ് റിലേറ്റിംഗ് ടു എക്സ്പ്ലനേഷൻ. നാമ, ദെൻ ഗാറ്റ്സ്, ട്രിംസ്, ട്രിപ്സ്. ഓക്കെ, നാമ ഈസ് നോൺ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആക്സസ് എന്ന് പറയും, നോൺ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് ആണത്. ദെൻ ഗാറ്റ്സ്, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ട്രിംസ്, trade related aspects of trade related investment measures, TRIPS. Then TRIPSനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, trade related aspects of intellectual property rights. സോ നമുക്കൊന്ന് മാച്ച് ചെയ്യാം. ലിബറലൈസേഷൻ ഓഫ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്. സോ ഫസ്റ്റ് നാമയാണ്. നാമയെ നമ്മൾ മാച്ച് ചെയ്യുവാണെങ്കിൽ അഗ്രികൾച്ചറൽ ഗുഡ്സ് അല്ലാത്ത മറ്റ് ഗുഡ്സുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ആണ് നാമ. അതായത് ക്യാൻ സി ഇൻക്ലൂഡ്സ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ടെക്സ്റ്റൈൽ, ദെൻ ജ്വല്ലറി, അതിനകത്ത് ഫിഷ് ആൻഡ് ഫിഷറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എഗ്രിമെന്റ് ആണ് നോൺ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആക്സസ് എന്ന് പറയും, ദാറ്റ് ഈസ് നാമ. സോ സെക്കൻഡ് വൺ ആണ് അവിടെ മാച്ച് ചെയ്യുന്നത്. ഗാറ്റ്, യു ക്യാൻ സി ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആണ് പ്രധാനമായിട്ടും, സർവീസസ് വരുന്നത് ഗാറ്റ്സിന്റെ പെർവ്യൂവിലാണ്. ഇത് രണ്ടും നമ്മൾ ഗാറ്റ് എന്നുള്ള ഒരു മേജർ കോമ്പോണന്റ് ആയിട്ട് പറയും. ദെൻ അടുത്തത് ട്രിംസ് ആണ്. ട്രിംസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? ലിബറലൈസേഷൻ ഓഫ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ട്രിംസിൽ വരുന്നത്. ദെൻ കംസ് ട്രിപ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് മോണോപോളി പവർ ടു ഓണേഴ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ആണ് ട്രിപ്സ്. ഓക്കെ, സോ നമ്മൾ മാച്ച് ചെയ്തു. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇങ്ങനെ ഓർക്കുക, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ യു നീഡ് ടു ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ, അസെഷൻ ആൻഡ് റീസൺ. Trims and TRIPS provisions facilitates to promote FDI. Then reason പറയുന്നത് trims and TRIPS provisions remove restrictions and address capital flow sensitivities. So first thing പറയുന്നത് എന്താ, trims ആയാലും TRIPS ആയാലും ഇതിന്റെ പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രൊമോട്ട് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ട്രിംസിലും ട്രിപ്സിലെയും പ്രൊവിഷൻസ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ള കാരണം എന്താണ്, Trims and TRIPS provides remove restrictions and address capital flow sensitivities. അതായത് തടസ്സങ്ങളൊക്കെ, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി കൊണ്ട് ക്യാപിറ്റൽ ഫ്ലോയുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ഫണ്ട് മൂവ്മെന്റ്സിനെ ഇത് സഹായിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ശരിയാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മുടെ റീസൺ ആയിട്ട് വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ട്രിം അല്ലെങ്കിൽ ട്രിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, FDI പ്രൊവൈഡ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്താണ്? ടു പ്രൊവൈഡ് റിമൂവ്സ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും. അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടായാലും അതേപോലെ ഫണ്ട് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടായാലും ഇൻവെസ്റ്റ്മെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടായാലും റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് തന്നെ FDI ഫ്ലോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. അത് ദാറ്റ് ഇസ് നോട്ട് ഓൺലി ഇൻ ട്രിംസിൽ മാത്രമല്ല, ട്രിപ്സ് ആയാലും നമ്മളിപ്പോൾ ഫണ്ട് മൂവ്മെന്റ് അവിടെ ഹാപ്പൻ ചെയ്യും. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കീപ്പ് ചെയ്യുന്നത് വഴി കോപ്പിറൈറ്റ് പോലുള്ള, പേറ്റന്റ് റൈറ്റ് പോലുള്ള ഇവിടെ ആ ഒരു റൈറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ ഫണ്ട് മൂവ്മെന്റ് ഹാപ്പൻ ചെയ്യും. അപ്പോൾ അത് FDIയെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. Okay, so the right answer is both A and R are correct, and R is the right explanation of A. Okay, moving on. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. Statement 1, TRIMS agreement refers to conditions or restrictions imposed on foreign investors. Then statement 2, TRIMS agreement specifically forbids imposing restrictions on operations of an enterprise which results in protecting domestic products and making imports disadvantageous. So TRIMS, international agreements എല്ലാം തന്നെ WTOയുടെ കീഴിൽ വരുന്ന ഏതൊരു എഗ്രിമെന്റ് ആയാലും അത് ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനാണ്.
ഒരു രീതിയിലും ഇന്റർനാഷണൽ ട്രേഡിനെ തടയുന്ന റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം എഗ്രിമെന്റ്സ് വരുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ട്രിംസ് എഗ്രിമെന്റ് റെഫേഴ്സ് ടു ദി കണ്ടീഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. സോ ദീസ് ആർ റിലേറ്റിംഗ് ടു സം കണ്ടീഷൻസ്, റൈറ്റ്? ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെയാണ് ഈ ഒരു എഗ്രിമെന്റിൽ പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂ. സെക്കൻഡ് പറയുന്നത് എന്താണ്? ട്രിംസ് എഗ്രിമെന്റ് സ്പെസിഫിക്കലി ഫോർബിഡ്സ് imposing restrictions on operations of an enterprise which results in protecting domestic products and making imports disadvantages. ചില രാജ്യങ്ങൾ ഇപ്പോൾ അവരുടേതായ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് ഒക്കെ ആക്ട് ചെയ്യും. ലൈക്ക് ഇമ്പോസിങ് താരിഫ് ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്യുന്നതും നോൺ താരിഫ് ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്യുന്നതും ഒക്കെ വഴി അവരുടെ ട്രേഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, ഇമ്പോർട്ടിനെ തടയാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. അത്തരം സിറ്റുവേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു എഗ്രിമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് ഇത്തരത്തിലുള്ള ഇമ്പോർട്ടിനെ തടയുന്ന രീതിയും അതേപോലെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് മാത്രം അവരുടെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്റ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ട്രിംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ് എന്നുള്ളതാണ് അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നൗ മൂവിങ് ഓൺ, മറ്റൊരു ലിസ്റ്റാണ്, മാച്ച് ദി ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. ലിസ്റ്റ് 1 പറയുന്നത് UNCTAD, ദെൻ WTO, ട്രിംസ് ആൻഡ് ITC. ലിസ്റ്റ് 2 പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഡെവലപ്പിംഗ് കൺട്രീസ്, ദെൻ UNDP ആൻഡ് ജനറൽ കൗൺസിൽ. ഇതൊന്ന് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സി. ആദ്യം നമ്മൾ പറഞ്ഞത് UNCTAD ആണ്. UNCTAD ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് UNCTAD ചെയ്യുന്നത്. നോട്ട് ഓൺലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇത് കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റും അതേപോലെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്, സപ്പോർട്ടാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിയല്ല, സപ്പോർട്ടാണ് UNCTAD ചെയ്യുന്നത്. ദെൻ WTOയുടെ ബേസിക് പർപ്പസ് എന്താണ്? WTO വഴി യു ക്യാൻ സി ഇറ്റ് ഹാസ് എ ജനറൽ കൗൺസിൽ. അവിടെ മാച്ച് ചെയ്യാവുന്നതാണ്. WTOയുടെ ജനറൽ കൗൺസിലുണ്ട്. ഓക്കെ, നമുക്കങ്ങനെ പല ആസ്പെക്ട്സ് ആയിരിക്കും ചോദിക്കുന്നത്, ഏതാണെന്ന് മനസ്സിലാക്കുക. ജനറൽ കൗൺസിലുണ്ട്, അത് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ വരുന്നത് ട്രിംസ് ആണ്. ട്രിംസ് മീൻസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ആണ്. ഓക്കെ, ദെൻ ITC ഈസ് അണ്ടർ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിലാണ് ITC വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മാച്ച് ചെയ്തു. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A. ഓക്കെ, ദെൻ മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രിപ്സ് എഗ്രിമെന്റ്? ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മെഷേഴ്സ്, ട്രിപ്സിന്റെ ഭാഗമല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ദെൻ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇന്റീരിയർ ഡിസൈൻ, ലേഔട്ട് ഡിസൈൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇത് കോപ്പി റൈറ്റ്, പേറ്റന്റ് പോലുള്ള കാര്യങ്ങളാണ് ട്രിപ്സിന്റെ ഭാഗമായിട്ടുള്ളത് നമുക്കറിയാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ട്രിപ്സ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് ഇവയിൽ ഏതാണെന്നാണ്. ദെൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഇസ് ദെയർ, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് GI ഡെഫിനറ്റ്ലി ഇസ് ദെയർ, ദെൻ ഇന്റീരിയർ ഡിസൈൻ അത് നമുക്ക് അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ലേഔട്ട് ഡിസൈൻ ആൻഡ് IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടൊക്കെ നമുക്ക് ഈ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. സോ റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇന്റീരിയർ ഡിസൈൻ ആണ്. ഓക്കെ, മൂവിങ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ, അണ്ടർ ട്രിപ്സ് എഗ്രിമെന്റ് പേറ്റന്റ് ഈസ് ഗ്രാൻഡഡ് സബ്ജക്ട് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? പേറ്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ദി പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഈസ് എ ന്യൂ വൺ, ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ inventive step, then it is capable of industrial applications for 15 years from the grant of the patent. It is capable of industrial application for 20 years from the grant of patent. അപ്പോൾ എന്താണ് പേറ്റന്റ്? നമ്മൾ പുതുതായിട്ടൊരു പ്രോസസ്സോ പുതുതായിട്ടൊരു പ്രൊഡക്റ്റോ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പേറ്റന്റ് എടുക്കാൻ സാധിക്കുക. ദാറ്റ് മസ്റ്റ് ബി ആൻ ഇന്നവേറ്റീവ് പ്രൊഡക്റ്റ്, റൈറ്റ്? സോ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണ്. പ്രോഡക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിരിക്കണം വിച്ച് ഈസ് എ ന്യൂ വൺ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇന്നവേറ്റീവ് ആ ഒരു കൺസെപ്റ്റ് നമ്മളായിട്ട് ഇൻവെന്റ് ചെയ്ത ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ടാവണം. അതിനുശേഷം ഈ എത്ര നാളത്തേക്കാണ് പേറ്റന്റ് വാലിഡ് ആയിട്ടുള്ളത് അതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇത്തരം പേറ്റന്റ്സ് എന്ന് പറയുന്നത് 20 years ആണ്. ഗ്രാൻഡ് കിട്ടുന്നതിന് തൊട്ട് 20 years വരെ വാലിഡ് ആണ്. 15 years അല്ല, 20 years വരെ വാലിഡ് ആണ്. ഓക്കെ, ഓർക്കുക. സോ ദാറ്റ് ഈസ് അണ്ടർ ട്രിപ്സ് എഗ്രിമെന്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ,
which combination of the following is correct with regard to World Trade Organization? WTO ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഏത് കോമ്പിനേഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? WTO initiates peace process among the member countries to enhance international trade. Then WTO avoids the task of settlement disputes among the member countries. WTO administrates trade review mechanism. WTO operates in an appropriate manner with IMF and World Bank. Let me ask you one thing. What about the first one? Do you think it is right? ശരിയാണോ ഇത്? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതായത് WTO initiates peace process among member countries to enhance international trade. അവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡിനെ, ഇന്റർനാഷണൽ പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. നേരെ തിരിച്ചാണെങ്കിൽ ഓക്കെ, ട്രേഡിൻ്റെ ഫ്ലോ ഓക്കെ ആക്കിയിട്ട് ട്രേഡിൻ്റെ ഫ്ലോയെ മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ പീസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് WTOയുടെ ഫംഗ്ഷനാണ്. അല്ലാതെ ഇന്റർനാഷണൽ പീസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. സോ WTO ഇനീഷ്യേറ്റ് പീസ് പ്രോസസ് എമംഗ് മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് ചെയ്യാന്ന് പറയുന്നത് WTOയുടെ ഫംഗ്ഷൻ അല്ല. WTO യഥാർത്ഥം ചെയ്യുന്നത് എന്താ? ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നു. അതുവഴി ഇന്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ പീസ് നെഗോഷിയേഷൻസ് ഒക്കെ ഹാപ്പൻ ചെയ്യും. സോ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പർപ്പസ്, നോട്ട് ഇനീഷ്യേറ്റ്സ് പീസ് പ്രോസസ് എമംഗ് മെമ്പർ കൺട്രീസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? WTO അവോയ്ഡ്സ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി എന്ന് പറയുന്നത് WTOയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണ്. സോ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. റിവ്യൂ, ട്രേഡ് റിവ്യൂ മെക്കാനിസം WTOയ്ക്ക് ഉണ്ട്. അതേപോലെ IMFും വേൾഡ് ബാങ്കും ഒപ്പം നിന്നുകൊണ്ട് ഒരു WTO ആക്ച്വലി ഒരു ട്രേഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് മാനർ കോപ്പറേഷൻ ഈസ് ദെയർ. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് UGC നെറ്റുമായി ബന്ധപ്പെട്ട് കൊമേഴ്സ് ആസ്പിരൻസിന് വേണ്ടി ഷോർട്ട് ഡ്യൂറേഷൻ ക്രാഷ് കോഴ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഈ ഒരു കോഴ്സ് വഴി കവർ ചെയ്യാൻ സാധിക്കും. വളരെ കുറച്ച് ഡ്യൂറേഷനാണ് എക്സാമിനേഷനിലേക്കുള്ളത്. ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ ലൈവ് സെഷൻസ് വിൽ ബി ദെയർ. കൃത്യമായിട്ടുള്ള കവറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഇൻറ്ററാക്റ്റീവ് ലൈവ് സെഷൻസും ഇതോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒട്ടും വൈകണ്ട, നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ആൻഡ് കൂടുതൽ ഇൻഫർമേഷൻ അറിയാനും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ ഇതേപോലുള്ള മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. Bye.